ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. മധ്യകാലഘട്ടത്തിലെ കൊട്ടാരങ്ങൾ, കോട്ടകൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും നിർമ്മിച്ച ഒരു പ്രതിരോധ ഘടനയാണ് ചരിത്രപരമായ കിടങ്ങ് എന്ന് പറയുന്നത്. സാധാരണയായി വെള്ളം നിറഞ്ഞ, ആഴമേറിയതും വീതിയുള്ളതുമായ ഒരു കിടങ്ങ്. ശത്രു ആക്രമണങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ രേഖ നൽകുക എന്നതാണ് കിടങ്ങിന്റെ പ്രാഥമിക ലക്ഷ്യം. കിടങ്ങുകളുടെ ചരിത്രപരമായ പ്രാധാന്യവും പ്രവർത്തനവും വിശദീകരിക്കുന്ന ചില പ്രധാന വിശദാംശങ്ങൾ ഇതാ. 1. പ്രതിരോധ തടസ്സം. ആക്രമണകാരികൾ ഒരു കോട്ടയുടെയോ മതിലുകളിലേക്ക് എത്തുന്നത് തടയാൻ കിടങ്ങുകൾ ഒരു തടസ്സമായി പ്രവർത്തിച്ചു. കിടങ്ങിന്റെ ആഴവും വീതിയും ശത്രുവിന് കടക്കാൻ ബുദ്ധിമുട്ടാക്കി, പ്രത്യേകിച്ച് പ്രതിരോധക്കാരുടെ വെടിവയ്പിൽ. 2. പ്രതിരോധം. ഒരു കിടങ്ങിന്റെ സാന്നിധ്യം ഒരു മാനസിക തടസ്സമായി പ്രവർത്തിച്ചു. ഒരു കിടങ്ങ് മുറിച്ചുകടക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും മതിലുകൾ, ഗോപുരങ്ങൾ തുടങ്ങിയ പ്രതിരോധ നടപടികളുമായി സംയോജിപ്പിച്ച് ഇത് ആക്രമണകാരികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. 3. ജലസ്രോതസ്സ്. പല സന്ദർഭങ്ങളിലും അടുത്തുള്ള നദികളിൽ നിന്നോ അരുവികളിൽ നിന്നോ ഉള്ള വെള്ളം കിടങ്ങുകൾ നിറച്ചിരുന്നു. ഇത് അവയെ തടസ്സങ്ങൾ എന്ന നിലയിൽ കൂടുതൽ ഫലപ്രദമാക്കുക മാത്രമല്ല, ഉപരോധ സമയത്ത് കോട്ട നിവാസികൾക്ക് ഇത് വിശ്വസനീയമായ ഒരു ജലസ്രോതസ്സായും പ്രവർത്തിച്ചു. 4. മാലിന്യ നിർമ്മാർജ്ജനം. ചില കിടങ്ങുകൾ മാലിന്യ നിർമ്മാർജ്ജന മാർഗമായി ഉപയോഗിച്ചു. ഒഴുകുന്ന വെള്ളം മലിനജലവും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും കോട്ടമതിലുകൾക്കുള്ളിൽ ശുചിത്വം പാലിക്കാൻ സഹായിക്കുകയും ചെയ്യും. 5. ശക്തിയുടെ പ്രതീകം. ഒരു കിടങ്ങ് പണിയുന്നതിന് ഗണ്യമായ വിഭവങ്ങളും അധ്വാനവും ആവശ്യമായിരുന്നു. ഇത് കൊട്ടാരത്തിന്റെ ഉടമയുടെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി മാറി. ഇത് തന്റെ സാമ്രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള കർത്താവിന്റെ കഴിവ് കാണിച്ചു. 6. വ്യതിയാനങ്ങൾ. പല കിടങ്ങുകളിലും വെള്ളം നിറഞ്ഞിരുന്നെങ്കിലും ചിലത് വരണ്ടിരുന്നു. ഉപരോധ എഞ്ചിനുകളുടെയും സൈനികരുടെയും മുന്നേറ്റം തടയുന്നതിൽ വരണ്ട കിടങ്ങുകളോ ഇപ്പോഴും ഫലപ്രദമായിരുന്നു. കൂടാതെ ചില കിടങ്ങുകളിൽ ആക്രമണകാരികളെ കൂടുതൽ തടയാൻ തടി പോസ്റ്റുകളോ മറ്റ് തടസ്സങ്ങളോ ഉണ്ടായിരുന്നു. 7. പരിണാമം. കാലക്രമേണ സൈനിക സാങ്കേതികവിദ്യ പുരോഗമിക്കുകയും യുദ്ധത്തിന്റെ സ്വഭാവം മാറുകയും ചെയ്തപ്പോൾ കിടങ്ങുകളുടെ ഫലപ്രാപ്തി കുറഞ്ഞു. വെടിമരുന്നിന്റെയും പീരങ്കികളുടെയും വരവ് കിടങ്ങുകൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത കോട്ടകെട്ടലുകൾ പ്രായോഗികമല്ലാതാക്കി. എന്നിരുന്നാലും സംരക്ഷണത്തിനായി പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ തടസ്സങ്ങൾ ഉപയോഗിക്കുന്ന ആശയം വിവിധ രൂപങ്ങളിൽ തുടർന്നു. ചുരുക്കത്തിൽ, ചരിത്രപരമായ കിടങ്ങുകൾ മധ്യകാല പ്രതിരോധ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഇത് പ്രതിരോധക്കാർക്ക് പ്രായോഗികവും മാനസികവുമായ നേട്ടങ്ങൾ നൽകി. അവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും അക്കാലത്തെ തന്ത്രപരമായ ചിന്തയെയും വിഭവസമൃദ്ധിയെയും പ്രതിഫലിപ്പിച്ചു. അവ ചരിത്രപരമായ സൈനിക എഞ്ചിനീയറിംഗിന്റെ ഒരു ആകർഷകമായ ഭാഗമായി തുടരുന്നു. ഒരു സാമ്പത്തിക കിടങ്ങ് എന്താണ്? സാമ്പത്തിക കണിക എന്നത് ഒരു സ്ഥാപനത്തിന്റെ സുസ്ഥിരമായ മത്സര നേട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇത് എതിരാളികളിൽ നിന്ന് അതിന്റെ വിപണി സ്ഥാനവും ദീർഘകാല ലാഭക്ഷമതയും സംരക്ഷിക്കുന്നു. ഈ പദം ജനപ്രിയമാക്കിയത് വാറൻ ബഫറ്റാണ്. ശക്തമായ കിടങ്ങുകളുള്ള ബിസിനസ്സുകളിൽ നിക്ഷേപിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉയർന്ന വരുമാനം നേടാൻ കഴിയും. ശക്തമായ ഒരു കിടങ്ങിന്റെ സവിശേഷതകൾ. പകർത്താൻ പ്രയാസം. എതിരാളികൾക്ക് നേട്ടം എളുപ്പത്തിൽ പകർത്താൻ കഴിയില്ല. ദീർഘകാല സ്ഥിരത. പതിറ്റാണ്ടുകളായി ഈ കിടങ്ങ് ഒരു നേട്ടം നൽകുന്നു. കൂടുതൽ ലാഭം. ശക്തമായ മൊത്തക്കച്ചവടമുള്ള കമ്പനികൾക്ക് പലപ്പോഴും ഉയർന്ന മൂലധന ലാഭവും ROCE ഈക്വിറ്റി ലാഭവും ROE ഉണ്ടാകും. സാമ്പത്തിക കിടങ്ങുകളുടെ തരങ്ങൾ. 1. ബ്രാൻഡ് പവർ. ബ്രാൻഡ് നാമം. നന്നായി അംഗീകരിക്കപ്പെട്ടതും വിശ്വസനീയവുമായ ഒരു ബ്രാൻഡ് ഒരു കമ്പനിയെ ഉയർന്ന വില ഈടാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉപഭോക്താക്കളെ നിലനിർത്തുക. മാർക്കറ്റിംഗ് ചെലവ് കുറക്കാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു. ഉദാഹരണങ്ങൾ. ആപ്പിൾ. ഗ്ലോബൽ ബ്രാൻഡ് മൂല്യം കാരണം ആളുകൾ ഐഫോണുകൾക്ക് കൂടുതൽ പണം നൽകുന്നു. ടൈറ്റൻ. ഡാനിക്ക്. ഇന്ത്യ. ഗുണനിലവാരത്തിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രീമിയം ആഭരണ ബ്രാൻഡ്. ഏഷ്യൻ പെയിന്റ്സ്. ശക്തമായ ബ്രാൻഡ് തിരിച്ചുവിളിക്കലിലൂടെ ഇന്ത്യൻ പെയിന്റ് വ്യവസായത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇത് കമ്പനിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? ഉപഭോക്താക്കൾ ഗുണനിലവാരം, വിശ്വാസ്യത അല്ലെങ്കിൽ പദവി എന്നിവ ബ്രാൻഡുമായി ബന്ധപ്പെടുത്തുന്നു. ഇത് അവരെ ഒരു എതിരാളിയിലേക്ക് മാറാനുള്ള സാധ്യത കുറക്കുന്നു. 2. ചെലവ് കുറക്കൽ. കുറഞ്ഞ ചെലവിലുള്ള ഉൽപ്പാദനവും പ്രവർത്തന കാര്യക്ഷമതയും. കുറഞ്ഞ ഉൽപ്പാദന ചെലവോ പ്രവർത്തന ചെലവോ ഉള്ള കമ്പനികൾക്ക് ലാഭക്ഷമത നിലനിർത്തിക്കൊണ്ട് എതിരാളികളെ കുറയ്ക്കാൻ കഴിയും. ഉദാഹരണങ്ങൾ. ടി മാർട്ട്, അവന്യൂ സൂപ്പർമാർട്ടുകൾ. റിയൽ എസ്റ്റേറ്റ് വാടകയ്ക്കെടുക്കുന്നതിനുപകരം കാര്യക്ഷമമായ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലൂടെയും സ്റ്റോറുകൾ സ്വന്തമാക്കുന്നതിലൂടെയും കുറഞ്ഞ ചെലവ് കൈവരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ്. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ റിഫൈനറികളിൽ ഒന്ന്, എതിരാളികളേക്കാൾ ഒരു മുൻതൂക്കം നൽകുന്നു. ITC. ഇത് സ്വന്തം വിതരണ ശൃംഖല ഉപയോഗിക്കുന്നു. ഇത് ലോജിസ്റ്റിക് ചെലവ് കുറക്കുന്നു.
ഇത് കമ്പനിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? ലാഭം നഷ്ടപ്പെടാതെ വിലയുമായി പൊരുത്തപ്പെടാൻ മത്സരാർത്ഥികൾ പാടുപെടുന്നു. 3. ഉയർന്ന സ്വിച്ചിംഗ് ചെലവ്. ഒരു എതിരാളിയിലേക്ക് മാറുന്നത് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുള്ളതോ ചെലവേറിയതോ അസൗകര്യകരമോ ആണെങ്കിൽ കമ്പനിക്ക് നഷ്ടം സംഭവിക്കുന്നു. ഉദാഹരണങ്ങൾ: ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും, HDFC, കൊട്ടക് മഹീന്ദ്ര, കടലാസ് ജോലികൾ, സേവനങ്ങൾ, വിശ്വാസം എന്നിവ കാരണം ഉപഭോക്താക്കൾ അപൂർവമായി മാത്രമേ ബാങ്കുകളിലേക്ക് മാറാറുള്ളൂ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ആൻഡ് ഗൂഗിൾ സ്യൂട്ട് മാറുന്നതിന് ജീവനക്കാരെ വീണ്ടും പരിശീലിപ്പിക്കുകയും ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നതിനാൽ ബിസിനസ്സുകൾ അവരെ പിന്തുടരുന്നു. CDSL ആൻഡ് NSDL ഉദ്യോഗസ്ഥ നടപടിക്രമങ്ങൾ കാരണം ഉപഭോക്താക്കൾ പലപ്പോഴും മാറാത്ത ഡിപ്പോസിറ്ററി സേവനങ്ങൾ. ഇത് കമ്പനിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? ദീർഘകാലത്തേക്ക് ഉപഭോക്താക്കളെ നിലനിർത്തുന്നു, സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നു. 4. നെറ്റ്വർക്ക് പ്രഭാവം. കൂടുതൽ ആളുകൾ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നു, ഇത് എതിരാളികൾക്ക് ഉപയോക്താക്കളെ ആകർഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഉദാഹരണങ്ങൾ: IRCTC, ഇന്ത്യയിലെ ഏക ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം. കൂടുതൽ ഉപയോക്താക്കൾ എന്നാൽ കൂടുതൽ പ്രകടനവും വിശ്വാസ്യയും എന്നാണ് അർത്ഥമാക്കുന്നത്. ഫേസ്ബുക്കും വാട്സ്ആപ്പും. ആളുകൾ ഇവിടെ തുടരുന്നത് അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവരെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. വിസയും മാസ്റ്റർ കാർഡും. കൂടുതൽ വ്യാപാരികൾ അവ സ്വീകരിക്കുന്നു, ഇത് കൂടുതൽ ഉപയോക്തൃ സ്വീകാര്യതയിലേക്ക് നയിക്കുന്നു. ഇത് കമ്പനിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? ഒരു മത്സരാർത്ഥിക്ക് മാർക്കറ്റ് ലീഡെ വെല്ലുവിളിക്കാൻ വലിയൊരു ഉപയോക്തൃ അടിത്തറ ആവശ്യമാണ്. 5. നിയന്ത്രണ അല്ലെങ്കിൽ നിയമപരമായ കിടങ്ങുകൾ. സർക്കാർ സംരക്ഷണവും പേറ്റന്റുകളും. സർക്കാർ നിയന്ത്രണങ്ങൾ, എക്സ്ക്ലൂസീവ് ലൈസൻസുകൾ, പേറ്റന്റുകൾ എന്നിവ കമ്പനികളെ പുതിയ കമ്പനികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഉദാഹരണങ്ങൾ: IRCTC, റെയിൽവേ കാറ്ററിംഗിലും ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയിലും കുത്തക, സൺ ഫാർമ ആൻഡ് ഡോക്ടർ റെഡ്ഡീസ്. ചില മരുന്നുകൾ ഉത്പാദിപ്പിക്കാനുള്ള അവരുടെ പ്രത്യേക അവകാശങ്ങൾ പേറ്റന്റുകൾ സംരക്ഷിക്കുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ പരിമിതമായ മത്സരത്തോടെ സർക്കാർ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു. ഇത് കമ്പനിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? സർക്കാർ അംഗീകാരമോ പേറ്റന്റുകളുടെ കാലാവധി അവസാനിക്കാതെയോ മത്സരാർത്ഥികൾക്ക് വിപണിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. 6. കാര്യക്ഷമമായ സ്കെയിൽ, പ്രകൃതിദത്ത കുത്തക അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ നേട്ടം. ഒന്നിലധികം എതിരാളികളെ പിന്തുണക്കാൻ ആവശ്യമായ ഡിമാൻഡ് ഇല്ലാത്തതിനാലാണ് ഒരു കമ്പനി ഒരു പ്രത്യേക വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഉദാഹരണങ്ങൾ: ലാർസൻ ആൻഡ് ടൂബ്രോ, L&T. വലിയ തോതിലുള്ള എഞ്ചിനീയറിംഗ് പ്രോജക്ടുകളിൽ സ്പെഷ്യലൈസേഷൻ എന്നാൽ പരിമിതമായ മത്സരം എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക്. സിങ്ക് ഖനനത്തിലെ മുൻനിര കളിക്കാരന് ഉയർന്ന പ്രവേശന തടസ്സങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നു. NHPC ആൻഡ് NTPC. സ്കെയിൽ ആനുകൂല്യങ്ങളുള്ള സർക്കാർ പിന്തുണയുള്ള വൈദ്യുതി ഉൽപ്പാദകർ. ഇത് കമ്പനിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? പല എതിരാളികൾക്കും ലാഭകരമായി പ്രവേശിക്കാൻ കഴിയാത്തത്ര ചെറുതാണ് വിപണി. ശക്തമായ ഒരു കിടങ്ങുള്ള ഒരു കമ്പനിയെ എങ്ങനെ തിരിച്ചറിയാം? 1. ഉയർന്ന ROE, ഇക്വിറ്റിയിൽ നിന്നുള്ള വരുമാനം, ആൻഡ് ROCE, തൊഴിൽ ചെയ്യുന്ന മൂലധനത്തിൽ നിന്നുള്ള വരുമാനം. ശക്തമായ മൂലധന നിക്ഷേപമുള്ള കമ്പനികൾ പലപ്പോഴും അവരുടെ എതിരാളികളേക്കാൾ ഉയർന്ന മൂലധന വരുമാനം ഉണ്ടാക്കുന്നു. നിരവധി വർഷങ്ങളിൽ 15%-ൽ കൂടുതൽ ROEയും 20%-ൽ കൂടുതൽ ROCEയും നോക്കുക. 2. സ്ഥിരയുള്ള ലാഭവും വരുമാന വളർച്ചയും. സാമ്പത്തിക മാന്ദ്യകാലത്ത് പോലും ഒരു കമ്പനിയുടെ ലാഭം സംരക്ഷിക്കാൻ ഒരു കിടങ്ങ് ആവശ്യമാണ്. 3. വിലനിർണ്ണയ ശക്തിയും ശക്തമായ ലാഭക്ഷമതയും. കിടങ്ങുകളുള്ള കമ്പനികൾക്ക് ഉപഭോക്താക്കളെ നഷ്ടപ്പെടാതെ ഉയർന്ന വില ഈടാക്കാൻ കഴിയും. മൊത്ത ലാഭവും പ്രവർത്തന ലാഭവും എതിരാളികളുമായി താരതമ്യം ചെയ്യുക. 4. കുറഞ്ഞ കടവും ശക്തമായ പണമൊഴുക്കും. ഒരു യഥാർത്ഥ ട്രെൻഡ്ലെസ് കമ്പനി അമിതമായ കടം ഏറ്റെടുക്കാതെ സ്വന്തം വളർച്ചയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നു. 5. വിപണി ആധിപത്യവും മത്സരസ്ഥാനവും. ഒരു വ്യവസായത്തിലെ നേതാക്കൾ പലപ്പോഴും അവരുടെ ലാഭം ശക്തിപ്പെടുത്തുന്ന സ്കെയിലിന്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ട്രെൻഡ് നിക്ഷേപം ഫലപ്രദമാകുന്നത്? ഖനന കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് സ്ഥിരവും ദീർഘകാലവുമായ വരുമാനം നൽകും, കാരണം അവ മത്സരം തടയുകയും ഉയർന്ന ലാഭം നിലനിർത്തുകയും ചെയ്യുന്നു. സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും അവ വളർന്നുകൊണ്ടിരിക്കുന്നു. അവ ശക്തമായ പണമൊഴുക്ക് സൃഷ്ടിക്കുന്നു, അതുവഴി അവയെ സാമ്പത്തികമായി സ്ഥിരയുള്ളതാക്കുന്നു. വാറൻ ബഫറ്റ് പ്രസിദ്ധമായി പറഞ്ഞു, ഒരു വ്യവസായം സമൂഹത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്നോ എത്രത്തോളം വളരുമെന്നോ വിലയിരുത്തുക എന്നതല്ല നിക്ഷേപത്തിന്റെ താക്കോൽ. മറിച്ച് ഏതൊരു കമ്പനിയുടെയും മത്സര നേട്ടവും എല്ലാറ്റിനുമുപരി ആ നേട്ടത്തിന്റെ സുസ്ഥിരത നിർണ്ണയിക്കുന്നതിനെക്കുറിച്ചാണ്. ഡബിൾ കോട്ട്. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക.
നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.